ഡീമൺ സ്ലെയറിന്റെ ഏറ്റവും പുതിയ സീസൺ ആയിട്ടുള്ള ആസ്ട്ര ട്രെയിനിങ് ആർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു എൻ്റയർ സീസൺ എന്ന് പറയുന്നത് കൽക്കി സിനിമ കൊണ്ട് സെയിം ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു എനിക്ക്. കാരണം ആദ്യത്തെ കുറെ പാർട്ട് നമ്മളിങ്ങനെ ഓക്കെ ഫൈൻ എന്ന രീതിയിൽ കണ്ടിട്ട് അവസാനത്തെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അവസാനത്തെ ഒരു പോർഷന്റെ കാണിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഇനി വരാൻ പോകുന്ന ഐറ്റം എന്താണ് എന്നുള്ള ഒരു വേൾഡ് ബിൽഡ് ഇവിടെ ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ചെറുതായിട്ട് ടീസ് ചെയ്യണതല്ല, വേറെ ലെവലാണ്. സോ ഇനി വരാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് ജസ്റ്റ് ഊഹിച്ചു നോക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു എൻ്റയർ സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ പേരുപോലെ തന്നെയാണ്, ട്രെയിനിങ് ആർക്കാണ്, വേറെ ഒന്നും തന്നെ ഇതിലില്ല. നമ്മൾ എൻഗേജിപ്പിക്കുന്നു അല്ലെങ്കിൽ ഡീമൺ സ്ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് വരുന്നത് എന്താണ്, ഫൈറ്റ്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഡയലോഗ്സ് വേണ്ട, ചുമ്മാ ട്രെയിനിങ് സെക്ഷൻ വേണ്ട, ഒന്നും വേണ്ട. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ഇടി പൊടി ആ സീൻ അതാണ് വേണ്ടത്. അതാണ് ഡീമൺ സ്ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് വന്നു പോകുന്നത്. അതൊന്നും തന്നെ ഈ ഒരു എൻ്റയർ എപ്പിസോഡിൽ എനിക്കൊന്ന് അവസാനത്തെ ആ ഒരു പോർഷൻ ഒഴിച്ചു നിർത്തിയാൽ വേറെ എവിടെയും വരുന്നില്ല. എന്താ പറയുക, എൻഗേജിങ് ആയിട്ട് നമുക്ക് ഓക്കെ ഫൈൻ അടുത്തത് എന്ത് നടക്കും അല്ലെങ്കിൽ അടുത്തത് ഇതായിരിക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എലമെന്റും ഇല്ല. ജസ്റ്റ് നമുക്കിങ്ങനെ കണ്ടു തീർക്കാം എന്നൊരു വൈബിലാണ് ഈ ഒരു എൻ്റയർ എപ്പിസോഡ് പോകുന്നത്. എസ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് പോർഷൻ അതാണ് ശരിക്കും മെയിൻ. കാരണം അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇത് ടോട്ടൽ ഷോക്കായി പോനെ. ആ ഒരു ലാസ്റ്റ് കാണിക്കുന്ന ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ആ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് കാണിക്കുന്ന പോർഷൻ അതെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ആ ഒരു ഇൻഫിനിറ്റി കാസിലും അവിടുത്തെ കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു വേൾഡ് ബിൽഡ് അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഒരു കാര്യം, ഒരു ചെറിയൊരു ട്രെയിലർ പോലെ വേണമെങ്കിൽ പറയാം, അങ്ങനെ കാണിച്ചു ഒരു ഐറ്റം ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എന്തെങ്കിലും പല ആരെങ്കിലും പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റോ ഒക്കെ എടുത്ത് പറഞ്ഞ് അത് സ്പോയിലർ ആയിപ്പോ. സോ ആ ഒരു ഐറ്റം അത് വേറെ ലെവലായിരുന്നു. ഈ ഒരു ആനിമെ ഇവിടെ കൊണ്ട് തീർന്നിട്ടുണ്ട്. ഇപ്പം സീസൺ 4 ഇവിടെ ആനിമെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി വരാൻ പോകുന്ന ഒരു 3 പാർട്ട് മൂവിയാണ്, ആനിമേറ്റല്ല. സോ ആ ഒരു 3 പാർട്ട് മൂവി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ട ഡെമൺ സ്ലെയർ എന്താണോ അതിന്റെയൊക്കെ ഒരു എന്താ പറയാ ബാപ്പായിട്ട് വരും. അമ്മാതിരി ഐറ്റം എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇതുവരെ കണ്ടതൊന്നും ഒന്നുമല്ല. ആ ലെവലിലൊക്കെയാണ് ഫൈറ്റും സീക്വൻസും ബാക്കിയുള്ള ക്യാരക്ടേഴ്സും അവർ തമ്മിലുള്ള, അതായത് ആ ഒരു ഇൻഫിനിറ്റി കാസിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നൊക്കെ പറഞ്ഞാൽ ഇനി സംസാരമില്ല, അല്ലെങ്കിൽ ഡയലോഗ്സോ മറ്റേ ട്രെയിനിങ്ങോ സെക്ഷനോ അങ്ങനെ ഒന്നുമില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ ഇടി. അമ്മാതിരി ലെവൽ ഐറ്റമാണ് വരാൻ പോകുന്നതാണ് ഞാൻ കേട്ടത്. മാങ്ക ഞാൻ വായിച്ചിട്ടില്ല. സോ കുറച്ചൊരു പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ് ആ ഒരു 3 പാർട്ട് മൂവി, ഒരു ട്രിലോജി കാണാനായിട്ട്. സോ ആ ഒരു 3 പാർട്ട് മൂവിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ബിൽഡും അല്ലെങ്കിൽ ഒരു വേൾഡ് ബിൽഡും അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം മാത്രമാണ് ഈ ഒരു എൻ്റയർ സീസണിൽ അവസാനം പറയുന്നത്. ആ ഒരു ലാസ്റ്റ് പോർഷനിൽ മാത്രമാണ് ശരിക്കും അത് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം ആ ഒരു ട്രെയിനിങ് സെക്ഷൻസും പരിപാടിയായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നല്ല ലാഗ് ഉണ്ട്. സീരിയസ്ലി ഞാൻ തുറന്നു പറയാം. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് നല്ല ലാഗ് ഫീൽ ചെയ്തു. കാരണം എനിക്ക് ഡീമൺ സ്ലെയർ എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ആക്ഷൻ സാധനങ്ങളൊക്കെയാണ്, അതിന്റെ അപ്പുറത്തേക്ക് ഇനി വേറെ ഒന്നും ഇല്ല. സോ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറെ പോർഷനൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്ന തോന്നുന്നു. ഇങ്ങനെ സ്കിപ്പ് കാരണം അവരെന്തെല്ലോ കിടന്നോടൊക്കെ സംസാരിക്കും, കുറെയൊക്കെ ഒന്നും മനസ്സിലാവില്ല. ചുമ്മാ ഈ ട്രെയിനിങ്ങിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ സംസാരമൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തിക് അങ്ങ് വർക്കായില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവസാനത്തെ ആ ഒരു പോർഷന് വേണ്ടി മാത്രം, അതായത് നമ്മൾ കൽക്കി മൂവി കണ്ടിട്ട് അവസാനം നമുക്ക് കിട്ടിയ, സിനിമ കണ്ടവർക്ക് അറിയാം, അവസാനം ആ ഒരു 10-20 മിനിറ്റ് കിട്ടിയ നമുക്കൊരു വൈബ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. സോ അത് മാത്രം മതി ഇനി വരാൻ പോകുന്ന ഐറ്റം ഏത് ലെവലാണെന്നുള്ള കാര്യം അറിയാനായിട്ട്. സോ എന്തായാലും ഈ ഒരു ഫൈനൽ സീസൺ ആയിട്ടുള്ള ഒരു ആസ്ട്ര ട്രെയിനിങ് ആർക്ക് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.